KPCC പുനഃസംഘടന വൈകും. ഓണത്തിന് ശേഷം പുനഃസംഘടന നടത്താനാണ് തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നേതൃത്വം. ഈ മാസം അവസാനം നടക്കുന്ന ഗൃഹസന്ദർശന പരിപാടികൾക്ക് ശേഷം പുനഃസംഘടനാ ചർച്ചയിലേക്ക് കടക്കാൻ നേതൃത്വത്തിൽ ധാരണയായി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ശ്രീജിത്ത് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെ ഡൽഹിയിൽ നടന്ന ചർച്ചകൾ അതിന്റെ തുടർച്ച കേരളത്തിലുണ്ടാകുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇനി ഓണത്തിന് ശേഷം മതിയെന്നാണോ ശ്രീജിത്ത്? ഉന്മേഷ്, കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് സംസ്ഥാന നേതൃത്വം കടന്നതോടെയാണ് പുനഃസംഘടന അല്പം വൈകുമെന്ന സൂചനകൾ പുറത്തുവരുന്നത്. സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നടക്കുന്നത്. 14 ജില്ലകളിലും KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും 3 ഭാഗങ്ങളായി തിരിഞ്ഞ് എത്തി ജില്ലാ കൺവെൻഷനുകൾ നടക്കുകയാണ്. ഇന്ന് തൃശ്ശൂരും പാലക്കാട്ടും കൺവെൻഷനുകൾ നടന്നു. നാളെ മലബാർ ജില്ലകളിലും മറ്റും നടക്കും. ഒപ്പം തന്നെ തെക്കൻ ജില്ലകളിലും സമാനമായ രീതിയിൽ പരിപാടി നടക്കുന്നു. വോട്ട് ചേർക്കലും ഒപ്പം തന്നെ ഗൃഹസന്ദർശനം അടക്കമുള്ള പരിപാടികളും നടത്തുകയാണ്. ഇതിനിടയ്ക്ക് പുനഃസംഘടന ചർച്ചകളിലേക്ക് തിരിയാൻ നേതൃത്വത്തിന് സമയമില്ല. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ടും ജില്ലാതലത്തിലും താലൂക്ക് അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് പുനഃസംഘടന പ്രഖ്യാപനം നീട്ടിവെക്കുന്നത്. സംസ്ഥാനത്ത് ചർച്ചകൾ തുടരുകയായിരുന്നു. ഈ മാസം 17 കഴിഞ്ഞ് പ്രഖ്യാപിക്കും, 20-നകം പ്രഖ്യാപിക്കും, ഘട്ടം ഘട്ടമായി പ്രഖ്യാപിക്കും എന്നൊക്കെയായിരുന്നു അറിയിപ്പെങ്കിലും ഇപ്പോൾ അത് ഓണം കഴിഞ്ഞ് പ്രഖ്യാപനം ഉണ്ടാകുന്ന സൂചനയാണ് KPCC നേതൃത്വത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഹൈക്കമാൻഡും ഈ രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ യാത്രയുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. ഇത്തരം അടിയന്തരമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് പുനഃസംഘടന നീളുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉന്മേഷ്, ശരി. KPCC പുനഃസംഘടന ഓണത്തിന് ശേഷമായിരിക്കും ഇനി എന്നാണ് ശ്രീജിത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.